എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. നിലപാടെന്തായിരുന്നു? അവരെന്താണ് തടസ്സം പറഞ്ഞത്? എന്റെ ഈ കൈന്റെ ഇത് അഴിച്ചു മാറ്റാണെന്നാണ് അവർക്ക് പറഞ്ഞത്. അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. ഉദ്യോഗസ്ഥരോട് വിളിച്ചു പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ 6 മണി സമയം ഇത്ര 1:30 വന്നാണ് ഞാൻ. ഇത്ര മണിക്കൂറിനൊടുവിലാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഇന്ന് നടന്ന അനുഭവത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഈ രീതിയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാവരുതെന്നാണ് എന്റെ ആഗ്രഹം. അക്ഷയയുടെ ദയനീയാവസ്ഥ കാര്യം അവരെ ഉദ്യോഗസ്ഥരെ അറിയിച്ചല്ലോ. അവരെന്താണ്? അതെ, ഞാൻ ഇവിടെ 1:30 വന്നാണ്. എന്റെ മോളും ഞാനും എന്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എന്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അക്ഷയ എവിടുത്തെ സ്വദേശിയാണ്? നിങ്ങളുടെ വിവരങ്ങളൊന്നും പറയും. ഏത് സ്വദേശിയാണ്, എവിടുന്ന് വന്നാണ്, അത്തരം കാര്യങ്ങൾ? ഞാൻ എന്റെ സ്വന്തം വീട് കണ്ണംകുളര, ഹസ്ബൻഡിന്റെ വീട് അനന്തപുരം. ഞാൻ അവിടെ നിന്നാണ്. അക്ഷയ അവർ ഷൗട്ട് ചെയ്യോ മറ്റോ ചെയ്തതായിട്ട് ഉള്ളിൽ പോയ സമയത്ത് അങ്ങനെ അച്ഛനടക്കമുള്ള ആളുകളോട് പറഞ്ഞു. അവര് ഇത് ഇഞ്ചുറി കാണണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? ആളിത് അപ്പോ വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു പേരിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമാണെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതവണ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, അവരെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അക്ഷയെ അവർ വിളിച്ച് സംസാരിച്ചു. കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ആള് ഓഫീസർ. ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഒരു വോട്ട് ചെയ്തപ്പോൾ എന്താണ് കുറെ കാലമല്ല വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. ജനാധിപത്യത്തിന് വേണ്ടി വോട്ട്. അതെ, ഇത്ര മണിക്കൂറുകൾ സങ്കടം തോന്നിയിരുന്നോ? വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടം? അതെ, ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയോ ഇല്ലയൊന്നും അറിയാത്തതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഭക്ഷണം കഴിച്ചില്ല, അച്ഛൻ കാത്തു നിൽക്കുന്നായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരിക്കും കടന്നു പോയത് അല്ലേ? അതെ അതെ, എല്ലാവരും വിളിച്ചു പറയലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേറെ അതൊന്നും പോരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. SKN ഹാഷ്മി അഭിമാനം എന്നാണ് പറയുന്നത്. കൈവിരൽ ഉയർത്തി കാണിക്കുകയാണ്. വിരലല്ല, കൈയുടെ മുകളിൽ, വിരലിന്റെ മുകളിലായാണ് അവർക്ക് ആ മഷി പതിപ്പിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ആകാമായിരുന്നു. SKN ചട്ടങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ജനാധിപത്യത്തിന്റെ മനോഹരമായ ഒരു മുഹൂർത്തം, അതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി കുറെ നേതാക്കൾ ഇവിടെ എത്തിച്ചേരുക, അതൊരു ജനാധിപത്യത്തിന്റെ ഒരു മഹത്തായ മുഹൂർത്തമാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ട് പോലും ഇത്തരത്തിൽ വഴങ്ങാത്ത ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, അതാണ് ഇവിടെ കണ്ടത്. എന്തായാലും അക്ഷയ മടങ്ങുകയാണ്. അഭിമാനത്തോടെ വോട്ട് രേഖപ്പെടുത്തി ഒരു വോട്ടിന് വേണ്ടി ഇത്ര നേരം ഫൈറ്റ് ചെയ്ത അക്ഷയാണ് ഇന്നത്തെ താരം, ഇന്നത്തെ വൈറൽ താരം അക്ഷയ മടങ്ങുകയാണ്. SKN അക്ഷയ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ മഞ്ജുവിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് നേതാക്കൾ രംഗത്തുണ്ട്. മഞ്ജു ഒറ്റ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് 5-5.5 മണിക്കൂർ നേരം അക്ഷയയ്ക്ക് കൈക്കുഞ്ഞുമായി അവിടെ കാത്തു നിൽക്കേണ്ടി വന്നത്. 5.5 മണിക്കൂർ നേരത്തെ കാത്തുനിൽപ്പിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ അക്ഷയ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെയധികം ടെൻഷൻ അടിച്ച മണിക്കൂറുകളിലൂടെയാണ് താൻ കടന്നുപോയത്. വോട്ട് രേഖപ്പെടുത്താനാകില്ലേ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാണ് അക്ഷയ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസറിന്റെ നിർബന്ധ ബുദ്ധിയാണ് അക്ഷയെ 5.5 മണിക്കൂർ അവിടെ കാത്തു നിൽക്കാനുള്ള ഇടവരുത്തി. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം അവിടെ ശക്തമാവുകയും ചെയ്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.